സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിപ്പിക്കാൻ സഹായിക്കുന്ന ഷാലോൻ ടിവിയുടെ ഒരു സംരംഭമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഈ പുതിയ എപ്പിസോഡിൽ സീകാറ്റിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും നമ്മളോട് സംസാരിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ ഈ എപ്പിസോഡിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് വെള്ളരിക്കുണ്ട് ഫൊറോന പള്ളിയിലെ സൺഡേ സ്കൂൾ അധ്യാപകരാണ്. നിങ്ങൾ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലെ 2-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. ഈ ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾ ഓരോരുത്തരെയും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ജോസഫ് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിലായി വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. വിശ്വാസ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിലുള്ള 12 സത്യങ്ങളാണ് നാം പഠന വിധേയമാക്കിക്കൊണ്ടിരുന്നത്. അവയിലെ 2-ാമത്തെ വലിയ വിശ്വാസ സത്യമാണ് ദൈവപുത്രനായ ഈശോമിശിഹായിലുള്ള വിശ്വാസം. ഈശോമിശിഹായിലുള്ള ആ വിശ്വാസത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠന വിധേയമാക്കുന്നത്. ഈശോ മനുഷ്യനായി അവതരിച്ചു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. ഈശോ നാം ഓരോരുത്തരോടും കൂടെ വസിക്കുന്നു എന്നതും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്, ഇല്ലേ? നിങ്ങൾ മതാധ്യാപകർ മതബോധനം നടത്തുന്നതെല്ലാം ആരെക്കുറിച്ചാണ്? ഈശോയെക്കുറിച്ചാണ്, ഇല്ലേ? പൗലോസ് അപ്പസ്തോലൻ എപ്പോഴും പ്രസംഗിക്കുന്ന കാര്യമായിരുന്നു, ക്രൂശിതനായ ഈശോമിശിഹായെക്കുറിച്ചല്ലാതെ എനിക്ക് മറ്റൊന്നിനെക്കുറിച്ചും സംസാരിക്കാനില്ല എന്ന്, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം ആത്യന്തികമായ ആരാണ്? ഈശോ. ആ ഈശോയെ വിളിക്കുന്ന പേരുകളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകും, അല്ലേ? നിങ്ങളൊരു ഫൊറോന പള്ളിയിലെ മതാധ്യാപകരെന്ന നിലയിൽ വലിയ ജ്ഞാനികളും പണ്ഡിതന്മാരുമായിരിക്കും, അല്ലേ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ സംഭവിക്കും. ദൈവശാസ്ത്രത്തിൽ വലിയ ശ്രദ്ധേയ സംഭാവനകൾ നൽകാൻ കഴിവുള്ളവരാണ് നിങ്ങൾ എന്ന് നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയൻസ് നിങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, നമുക്ക് ആരംഭിക്കാം. ഈശോയുടെ പേര്, ഈശോയെ വിളിക്കുന്ന പല പേരുകളും ബൈബിളിലുണ്ട്, അല്ലേ? ഈശോ എന്ന് വിളിക്കുന്നുണ്ട്, യേശു എന്ന് വിളിക്കുന്നുണ്ട്, പിന്നെന്താ ഈശോയെ വിളിക്കുന്ന വേറെ പേരുകൾ? ദൈവപുത്രൻ എന്ന് വിളിക്കുന്നുണ്ട്, ക്രിസ്തു, മിശിഹ, മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നുണ്ട്, അപ്പോൾ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട്, അല്ലേ? ഗുരു എന്ന് വിളിക്കുന്നുണ്ട്, ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ പല പേരുകളിൽ ഈശോ അറിയപ്പെടുന്നു. ഇവയെ ദൈവശാസ്ത്രത്തിൽ ഈശോ മിശിഹായുടെ അഭിധാനങ്ങൾ അഥവാ ഇംഗ്ലീഷിൽ ടൈറ്റിൽസ്, ശീർഷകങ്ങൾ എന്നൊക്കെയാണ് ഇതിന് ദൈവശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പദം. ഈശോയുടെ ഈ ഓരോ പേരും ആത്യന്തികമായി ഈശോ എന്ന സത്യത്തെ വിശദീകരിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായി യേശു എന്ന് അവിടുത്തെ വിളിക്കുന്നു, ഇല്ലേ? യേശു എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ദൈവം രക്ഷിക്കുന്നു. യഹോഷുവ എന്ന ഇംഗ്ലീഷിൽ അതാക്കിയപ്പോഴാണ് ജോഷുവ എന്നായത്. അതായത് ദൈവം രക്ഷിക്കുന്നു, ഈശോ രക്ഷകനാണ് എന്ന സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ത്? ഈശോ എന്ന പേര്, അല്ലേ? യേശു എന്ന
ഗ്രീക്ക് പദത്തിന്, യേസൂസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് യേശു എന്ന വാക്കുണ്ടായത്. അതിൻ്റെ അരമായ സുറിയാനി പദമാണ് ഏത്? ഈശോ, അല്ലേ? അപ്പോൾ യേശു ക്രിസ്തു എന്ന് വിളിക്കുന്നതും ഈശോ മിശിഹ എന്ന് വിളിക്കുന്നതും രണ്ടും ഒരേ അർത്ഥത്തിലാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഗ്രീക്കിലെ പദപ്രയോഗമാണ്. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന എന്ന് ലത്തീൻ ആരാധനാക്രമത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കും. അതേസമയം സുറിയാനി ആരാധനാക്രമത്തിൽ എന്ത് പറയും? ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ എന്ന് വിളിക്കും, അല്ലേ? ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ എന്ന് വിളിക്കും. അത് രണ്ടും ഒന്ന് തന്നെയാണ്, ഭാഷയിലുള്ള വ്യത്യാസമുള്ളൂ. ഈശോ എന്ന് പറയുന്നതും യേശു എന്ന് പറയുന്നതും ഒന്നാണ്. രണ്ടിൻ്റെ അർത്ഥം എന്താണ്? ദൈവം രക്ഷിക്കുന്നു, യഹോഷുവ. ബൈബിളിൽ ആ പേരിൽ ഒരു വലിയ ആളുണ്ട് പഴയ നിയമത്തിൽ. ആരാണ്? ജോഷുവ. ആരാ ജോഷുവ? മോശയുടെ പിൻഗാമിയായി ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിച്ച ആളാണ് ജോഷുവ. ജോഷുവയിലൂടെയാണ് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചത്, അല്ലേ? അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ജോഷുവയ്ക്ക് ആ പേരുള്ളത്. അതേ പേര് പുതിയ നിയമത്തിലെ രക്ഷകൻ അപ്പോഴാരാണ്? ഈശോ, അല്ലേ? അതാണ് ആ പേരിലൂടെ അർത്ഥമാക്കുക. രണ്ടാമതായി ഈശോയെ വിളിക്കുന്ന പേര് ക്രിസ്തു. ക്രിസ്തു എന്ന ഗ്രീക്ക് പദം ക്രിസ്തോസ്, അതായത് മിശിഹ എന്ന പദത്തിൻ്റെ ഹീബ്രു രൂപം മെഷിഹ എന്നാണ്. മെഷിഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ, തൈലം പൂശപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അതായത് എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരെയാണ് തൈലം പൂശി അഭിഷേകം ചെയ്തിരുന്നത്. ഒന്ന് പുരോഹിതന്മാരെ, മറ്റൊന്ന് രാജാക്കന്മാരെ. അപ്പോൾ ഈശോ അഭിഷിക്തനാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്ന എന്താണ്? ഒരേ സമയം അവിടുന്ന് പുരോഹിതനാണ്, രാജാവുമാണ്. ഈശോയുടെ ആ വലിയ ദൗത്യത്തെയാണ് ആ പദത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈശോയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ദൈവപുത്രൻ. അത് വിശദീകരിക്കേണ്ട കാര്യമില്ലാത്ത വിധം നമുക്ക് വ്യക്തമാണ്, അല്ലേ? അനാദിയിൽ പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ. പിതാവ്, ഈശോ ഇല്ലാത്ത ഒരു നിമിഷം പോലും പിതാവ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? പുത്രൻ ജനിച്ചപ്പോഴാണ് പിതാവായത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ഈ ആശയം വളരെ വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. അപ്പോൾ ദൈവപുത്രനാണ് ഈശോ. അത് ഈശോയുടെ പിതാവുമായുള്ള ബന്ധത്തെ വിശദീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഈശോ ദൈവപുത്രനാണ്. മറ്റൊന്ന്, ഈശോ കർത്താവാണ് എന്നുള്ളത്. കർത്താവ് എന്ന പദത്തിൻ്റെ അർത്ഥം അത് ക്യൂരിയോസ് എന്ന ഗ്രീക്ക് പദമാണ്. ഈ പദം യാഹ്വേ, എലോഹീം എന്നുള്ള ഹീബ്രു പദമുണ്ട്. അതിലെ കർത്താവ്, യാഹ്വേ എന്ന പദത്തെ വിവർത്തനം ചെയ്യുന്നതാണ് ഏത്? ക്യൂരിയോസ്, ഗ്രീക്കിലേക്ക്. അതിൻ്റെ മലയാളമാണ് ഏത്? കർത്താവ് എന്ന്. അവിടെ ഉദ്ദേശിക്കുന്ന, സാധാരണഗതിയിൽ ഗ്രീക്കിൽ കർത്താവ് എന്ന് വിളിക്കുന്ന, ക്യൂരിയോസ് എന്ന് വിളിക്കുന്നത് ഏത് വേലക്കാരും യജമാനനെ വിളിക്കുന്ന പേരാണ്. നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞാൽ മുതലാളി എന്ന് നമ്മൾ ചിലരെ വിളിക്കും, അല്ലേ? അല്ലെങ്കിൽ പുതിയ ടെക്നോളജി അനുസരിച്ചാണെങ്കിൽ ബോസ് എന്ന് വിളിക്കുക, അല്ലേ? ബോസ്, സ്റ്റാഫ് മേലധികാരിയെ വിളിക്കുന്ന ബോസ് എന്ന് വിളിക്കും. എന്ന് പറയുന്നത് പോലെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇത് ക്യൂരിയോസ്. വാസ്തവത്തിൽ ഈശോയെ അത് വിശേഷിപ്പിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്ന എന്താ? ഉടയവൻ, ഉടമസ്ഥാവകാശമുള്ളവൻ, എല്ലാറ്റിൻ്റെയും നിയന്ത്രണം കൈവശമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിക്കുക, അല്ലേ? നമ്മൾ ഒരാളെ ബോസ് എന്ന് വിളിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അയാൾ നമ്മുടെ പണിക്കാരനെ നമ്മൾ ബോസ് എന്ന് വിളിക്കാറില്ല. ബോസ് എന്ന് വിളിക്കുന്ന ആരെയാണ്? നമ്മുടെ മേൽ അധികാരമുള്ള ആളെയാണ് ബോസ് എന്ന് വിളിക്കുക, അല്ലേ? അതായത് അപ്രകാരം ഈശോയ്ക്ക് നമ്മുടെ മേലുള്ള അധികാരം, അവിടുത്തെ ഉടമസ്ഥാവകാശത്തെ ഏറ്റുപറയുന്ന പദമാണ് ഏത്? കർത്താവ് എന്ന് പറയും. അപ്പോൾ ഈ പദങ്ങളെക്കുറിച്ചാണ് മതബോധന ഗ്രന്ഥത്തിൻ്റെ ഈ ശീർഷകത്തിൽ നമ്മളോട് സംസാരിക്കുക. ഈ പദങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രായോഗിക മാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായും പല
സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേവലം നിങ്ങളുടെ ഒറ്റപ്പെട്ട ചോദ്യങ്ങളല്ല, ഈ ക്ലാസ്സിൽ ഇപ്പോഴായിരിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് മാത്രമാണ്. അതേസമയം ലോകമാസകലമുള്ള ശാലോമിൻ്റെ പ്രേക്ഷകർക്ക് ഈ ക്ലാസ് കേട്ടപ്പം ചോദിക്കണം എന്ന് അവർ മനസ്സിൽ തോന്നിയ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട പഠിതാക്കളാകും, അല്ലേ? അപ്രകാരം പ്രേക്ഷകർക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളുടെ നാവുകളായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങൾ ചർച്ച ചെയ്യാം. അതിനുശേഷം ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങൾ വളരെ തിരക്കിട്ട ചർച്ചയിലാണെന്ന് തോന്നുന്നു. അതെ. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. നമ്മൾ സൺഡേ സ്കൂൾ അധ്യാപകർ എന്ന നിലയിൽ നമ്മുടെ കുട്ടികൾ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ആ വിഷയങ്ങളായിരുന്നു ഇന്നത്തെ ദിവസം അച്ഛൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചല്ലേ? തീർച്ചയായും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ സൺഡേ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലവണ്ണം ക്ലാസ് കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ചോദ്യങ്ങൾ തീർച്ചയായും ഇപ്പോൾ നമുക്ക് അച്ഛനോട് ചോദിക്കാൻ അവസരമുണ്ട്. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ജോസാറാണ്. അച്ഛാ, ജോസാർ നമ്മുടെ വെള്ളരിക്കുണ്ട് സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. ചോദിക്കൂ സാർ. അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ഈശോയെ ദൈവപുത്രൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, അതുപോലെ നമ്മളെ ദൈവമക്കൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ സംബോധനകൾ തമ്മിൽ എന്തെങ്കിലും അന്തരമുണ്ടോ, സമാനതകളുണ്ടോ? അത് ഈ സംബോധന രണ്ട് ഒരേ രീതിയിലാണോ കാണുന്നത്? ഒരു ഹെഡ് മാസ്റ്റർക്ക് ചേർന്ന ഗൗരവമുള്ള ചോദ്യം തന്നെയാണ് സാറ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അതായത് ഈശോയെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് പോലെയാണോ നമ്മളെ ദൈവമക്കൾ എന്ന് വിളിക്കുന്നത്? അത് ന്യായമായൊരു സംശയമാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈശോയെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? ഈശോ ദൈവത്തിൻ്റെ ഏകജാതനാണ്, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഏകജാതൻ, മോണോഗനേസ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ആ പദം ഉപയോഗിക്കുക. അതേസമയം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഗ്രീക്കിൽ പറയുമ്പോൾ തെക്കന തു തെവു എന്നാണ്. വാസ്തവത്തിൽ അവിടെ ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സന്തതികൾ എന്നുള്ള പദം തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നാം എങ്ങനെയാണ് ദൈവമക്കളാകുന്നത് എന്ന് ചോദിച്ചാൽ, ഏകജാതനായ ഈശോ മിശിഹായെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറയുന്നതിലൂടെയാണ് നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ അത്തനേഷ്യസിൻ്റെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, നാം ദൈവത്തിൻ്റെ മക്കളാകുന്നത് ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മനുഷ്യനായി വന്നതുകൊണ്ടാണ് എന്ന സത്യം. അതുകൊണ്ട് ഈശോ എന്ന ദൈവപുത്രനിലൂടെയാണ് നമുക്ക് ദൈവമക്കളുടെ പദവി ലഭിച്ചത് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഇത് രണ്ടും ഒന്നല്ല. ദൈവത്തോട് ഈശോ മിശിഹായ്ക്കുള്ള ബന്ധം അത് അതുല്യമായ ബന്ധമാണ്. നമുക്കുള്ളതുപോലെ അല്ലത്. നാം ഈശോയിലായിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവമക്കൾ എന്ന പദവി ലഭിച്ചത്. ഇനി ആരാണ് ചോദിക്കുന്നത്? ജോഷോ സാറാണ് ചോദിക്കുന്നത്. വെള്ളരിക്കുണ്ടിലെ നമ്മുടെ പ്രഗത്ഭനായ ഒരു മതാധ്യാപകനാണ്. സാർ ചോദിക്കൂ. പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവപുത്രന്മാർ, മനുഷ്യപുത്രിമാരെന്നൊക്കെ പരാമർശമുണ്ട്. അതുപോലെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ എസക്കിയേലൊക്കെ മനുഷ്യപുത്രൻ ഒത്തിരി ഉപയോഗിച്ച് കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഈശോ തന്നെ മനുഷ്യപുത്രൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ മനുഷ്യപുത്രൻ ദൈവപുത്രൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് വിശദീകരിച്ച് തരുമോ അച്ഛാ? ഓക്കെ, മനുഷ്യപുത്രൻ അല്ലെങ്കിലും ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നുന്നൊരു സംശയമാണ്, ദൈവപുത്രനായ ഈശോ എന്തിനാണ് ഈ മനുഷ്യപുത്രൻ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പീഡ സഹിക്കാനാണ്, മനുഷ്യപുത്രൻ കുരിശിൽ തറയ്ക്കപ്പെടും, മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കും, ഇങ്ങനെയൊക്കെ ഈശോ പറയുന്നു. ഈശോ തന്നെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം
മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്. മനുഷ്യപുത്രൻ എന്ന പദത്തിലൂടെ മനുഷ്യാവതാരം ചെയ്ത ഈശോ എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ അർത്ഥമാക്കുന്നത്. ഈ മനുഷ്യപുത്രൻ എന്ന പദത്തിന് പഴയ നിയമത്തിൽ ചില സൂചനകളുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഒന്നാമതായിട്ട് ഈശോ ഈ മനുഷ്യപുത്രൻ എന്ന പദം ഉപയോഗിക്കുന്നത് ഏതർത്ഥത്തിൽ എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അതായത് യെശയ്യാ പ്രവാചകൻ ഉപയോഗിക്കുന്ന സഹനദാസൻ്റെ സഹിക്കുന്ന ദൈവം എന്നുള്ള ആശയം പറയാൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഈശോ മനുഷ്യപുത്രൻ എന്നാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, മനുഷ്യപുത്രൻ കുരിശിലേറ്റപ്പെടും, മനുഷ്യപുത്രൻ എല്ലാത്തരം അപമാനങ്ങൾക്കും വിധേയനാക്കപ്പെടും എന്ന് പറയുമ്പോൾ എന്താണ്? യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച സഹനദാസനാണ് താൻ എന്ന് തെളിയിക്കാൻ വേണ്ടി ഈശോ തന്നെ മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ഈശോ മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എപ്പോഴാണ്? വാനമേഘങ്ങളിൽ വരുന്ന മനുഷ്യപുത്രനെ കുറിച്ച് പറയുമ്പോൾ പറയും. അതായത് മനുഷ്യപുത്രൻ്റെ ആ വരവ് അതെപ്പോഴാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ എന്ന് പറയും. അതായത് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നിന്നാണ് ആശയം എടുത്തിരിക്കുന്നത്. ദാനിയേലിൻ്റെ പ്രവചനം 7-ാം അധ്യായം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ദൂതരോടൊത്ത് വരുന്ന മനുഷ്യപുത്രനെ പോലെ ഒരുവനെക്കുറിച്ച് ദാനിയേൽ അവിടെ സൂചിപ്പിക്കുന്നു. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ ലോകത്തിൻ്റെ വിധികർത്താവായി വരാനിരിക്കുന്നവനെ വിളിച്ച പദമാണ് ഏത്? മനുഷ്യപുത്രൻ. അപ്പോൾ മനുഷ്യപുത്രൻ എന്ന പദത്തിന് 3 അർത്ഥങ്ങൾ സുവിശേഷത്തിൽ കാണാം. ഒന്ന്, ഈശോ മനുഷ്യനായി അവതരിച്ച ദൈവമാണ് എന്നുള്ള ആശയം. 2, ഈശോ പ്രവാചകന്മാർ പ്രസംഗിച്ച പ്രഘോഷിച്ച സഹനദാസനാണ് എന്നുള്ള അർത്ഥം. 3, പ്രവാചകന്മാർ അരുളി ചെയ്ത വിധിയാളനായി യുഗാന്തത്തിൽ വരുന്നവൻ എന്നുള്ള അർത്ഥത്തിലും മനുഷ്യപുത്രൻ എന്ന പദം ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവപുത്രൻ എന്ന ഈശോയുടെ ആ വലിയ രഹസ്യത്തെ വിശേഷിപ്പിക്കുന്ന അർത്ഥമാണ് മനുഷ്യപുത്രൻ. ഇത് രണ്ടും രണ്ട് കാര്യമല്ല. ദൈവപുത്രൻ തന്നെയാണ് ഈശോ. പക്ഷേ ദൈവപുത്രനായ ഈശോ ഈ ഭൂമിയിൽ നിറവേറ്റുന്ന, ഈശോയിലൂടെ രക്ഷാകര ചരിത്രത്തിൽ സംഭവിക്കുന്ന 3 സത്യങ്ങളെയാണ് ഈ പദം വിശേഷിപ്പിക്കുക. അവിടുന്ന് മനുഷ്യനായി അവതരിച്ചു, കുരിശിൽ മരിച്ചു, യുഗാന്ത്യത്തിൽ നമ്മെ വിധിക്കാൻ വീണ്ടും വരും. ഈ 3 സത്യങ്ങളെയാണ് മനുഷ്യപുത്രൻ എന്ന പദത്തിലൂടെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഷൈനി ടീച്ചറാണ് ചോദ്യം ചോദിക്കുന്നത്. വെള്ളരിക്കുണ്ട് ഈ സൺഡേ സ്കൂളിലെ നമ്മുടെ അധ്യാപികയാണ്. ടീച്ചർ ചോദിക്കൂ. അച്ഛാ, ഈ കാലഘട്ടത്തിൽ ക്രൈസ്റ്റ്, ക്രിസ്റ്റീന, ക്രിസ്റ്റോ, ക്രിസ്റ്റി ഇങ്ങനെ വ്യക്തികൾക്കും വാഹനങ്ങൾക്കും പേരിടുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഇത് സത്യത്തിൽ 2-ാം പ്രമാണമായ കർത്താവിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന കൽപ്പനയ്ക്കെതിരല്ലേ? ഷൈനി ടീച്ചറിൻ്റെ വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ് അല്ലേ. ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതായത് നമ്മളെല്ലാം പിള്ളേർക്ക് ഇങ്ങനെ പേരിടുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് പലരും കരുതിക്കൊണ്ടിരുന്നത്. ക്രിസ്റ്റോ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് ക്രിസ്റ്റോ എന്ന് പറയുന്നത്. അതായത് ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയിൽ യേശുവിൻ്റേത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള പല പദങ്ങൾ ഈശോയുടെ സ്വന്തമായിരിക്കുന്നവൻ, ഈശോ സ്വന്തമാക്കിയവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പലരും ഈ പദം ഇടുന്നത്. ആ അർത്ഥത്തിൽ അത് തെറ്റുള്ള ഒരു പദമല്ല. ഈശോയെ 2-ാം പ്രമാണം എന്താണ്? ദൈവമായ കർത്താവിൻ്റെ തിരുനാമം വൃഥാ ഉപയോഗിക്കരുത് അല്ലേ. ദൈവത്തിൻ്റെ പേര് യാഹ്വേ എലോഹിം എന്ന പേര് ഒരാൾക്കിട്ടാൽ അത് ദൈവമഹത്വത്തിന് ചേരാത്ത പേരായിട്ട് പറയാം. അതേസമയം മനുഷ്യനായി അവതരിച്ച ഈശോ സ്വീകരിച്ച പേര് യേശു എന്ന പേര്, ഇതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് ബൈബിളിൽ 70ഓളം പേർക്ക് പഴയ നിയമത്തിൽ യേശു എന്ന് പേരുണ്ട്. അതായത് പലസ്തീനായിലെ സാധാരണ മനുഷ്യരുടെ പേരാണ്. നമ്മുടെ നാട്ടിൽ മത്തായി, ഔസേപ്പ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഏറ്റവും സർവ്വസാധാരണമായൊരു പേരാണ് ഈശോ എടുത്തത്. അതായത് ഈശോയുടെ മനുഷ്യാവതാരം മനുഷ്യത്വത്തിൻ്റെ എല്ലാ ഭാവങ്ങളുമായിട്ട് സമരസപ്പെടുന്നതായിരുന്നു. അതുകൊണ്ട്
മനുഷ്യനായി അവതരിച്ച ഈശോ എടുത്ത പേര് മനുഷ്യൻ്റെ പേരാണ് എടുത്തത്, അത് ദൈവത്തിൻ്റെ പേരായിരുന്നില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. ഈശോയുടെ പേര് ആത്യന്തികമായി അവിടുന്ന് സ്വീകരിച്ചപ്പോൾ അതിന് ദൈവീകത ലഭിച്ചു. ഇങ്ങനെ വണ്ടിയിൽ ഈശോയുടെ പേര് എഴുതി വയ്ക്കുന്നത്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഈശോയുടെ പേരിടുമ്പോൾ ആ പേരിനോടുള്ള ആദരവും സ്നേഹവും വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനകത്ത് ദൈവപ്രമാണ ലംഘനമില്ല. അതേസമയം ഒരു മോശം കാര്യത്തിന് ഈശോയുടെ പേരിട്ടെന്ന് വെച്ചു, അതായത് ഒരു ആദരണീയമായ അർത്ഥത്തിൽ ഈശോയുടെ പേര് ഉപയോഗിക്കുന്നത് ഒരിക്കലും ദൈവ തിരുനാമത്തിൻ്റെ ലംഘനമല്ല. നമ്മൾ ഈശോയുടെ പേര് സ്വീകരിച്ച ആൾ, ഇപ്പം ക്രിസ്റ്റോ എന്ന പേരിട്ടവനെ ഷാപ്പി കാണാൻ പാടില്ല അല്ലേ? അവൻ അങ്ങനെ പേര് അങ്ങനെ സ്ഥിരം ഷാപ്പിൽ പോകുന്നവനും മദ്യപാനിയാണെങ്കിൽ ആദ്യം അവൻ്റെ പേര് മാറ്റുക, വല്ല ഷാപ്പോന്നോ ഷാപ്പിന്നോ ഒക്കെ ആക്കി വെച്ചിട്ട് അവൻ അവിടെ പോവുക. ഈശോ എന്ന പേര് സ്വീകരിച്ചവന് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഏതാണ്? ഈശോയുടെ തിരുനാമത്തിന് മഹത്വം നൽകുന്ന രീതിയിൽ ജീവിക്കുക എന്ന്. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഓട്ടോറിക്ഷയ്ക്ക് യേശു ക്രിസ്തു എന്ന് പേരിട്ട ഓട്ടോറിക്ഷ വേണ്ടാധീനത്തിന് വേണ്ടി ഓടരുത്. അത് ഈശോയ്ക്ക് മഹത്വം നൽകുന്ന രീതിയിൽ വേണം ആ ഓട്ടോറിക്ഷക്കാരൻ ഓടിക്കാൻ. കൂലിക്ക് വേണ്ടി തർക്കിക്കുകയും കുറഞ്ഞു പോയതിൻ്റെ പേര് കൊങ്ങായിക്ക് പിടിക്കുകയും ചെയ്യുന്നവൻ ആദ്യം പോയി ഓട്ടോറിക്ഷയുടെ പേര് മാറ്റും അല്ലേ? ഈശോയ്ക്ക് മഹത്വം നൽകുന്നതായിരിക്കണം പ്രവൃത്തികൾ, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ആന്റണി സാറ് തന്നെയാണ് ചോദിക്കുന്നത്. സാറ് ചോദിക്കൂ. അച്ഛാ, എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്വമുണ്ട് മനുഷ്യത്വം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം, നിൻ്റെ സഹോദരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. പക്ഷെ ബൈബിൾ ചില സ്ഥലത്ത് നമ്മൾ ഒന്ന് യോഹന്നാനെക്കുറിച്ച് പറയുമ്പോൾ, ലാസറിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം അവർക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈശോയുടെ മനുഷ്യപ്രകൃതിയുടെ പ്രത്യേകതയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? ഇങ്ങനെ അത് ശരിയാണോ? അത് പർട്ടിക്കുലർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് സാർ ചോദിക്കുന്നത് ഈശോയ്ക്ക്. അതെ. അതായത് ഒരാളോട് അങ്ങനെ പ്രത്യേകം സ്നേഹ അടുപ്പം കാണിക്കുന്നത് ശരിയാണോ എന്നുള്ളത്, ആ മനുഷ്യൻ എങ്ങനെ അടുപ്പം കാണിച്ചാൽ അതിനകത്ത് പ്രശ്നമുണ്ട്. അതിലൊക്കത്തെ ചേട്ടത്തിയുടെ അടുത്ത് നിങ്ങളുടെ ചേട്ടൻ പോയി വെച്ചിട്ട് എന്തെങ്കിലും അടുപ്പം കാണിച്ചാൽ നിങ്ങൾക്ക് സംശയം തോന്നും അല്ലേ? പക്ഷേ ദൈവത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ? ദൈവം എത്ര അടുത്താലും അതിനകത്ത് ദുരുദ്ദേശമൊന്നുമില്ല അല്ലേ? ദൈവം എല്ലാ മനുഷ്യനെ അതിൻ്റെ പൂർണ്ണതയിൽ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ഒരാളോട് പക്ഷപാതപരമായ സ്നേഹമുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ദൈവം ഒരാളെ അതിൻ്റെ പൂർണ്ണതയിലാണ് എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുക. പിന്നെ യോഹന്നാന് തോന്നുകയാണ് ഈ 12 അപ്പസ്തോലന്മാരിൽ ഈശോയ്ക്കാണ് എന്നോടാണ് ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് യോഹന്നാൻ്റെ ഒരു തോന്നലാണ്, അവകാശവാദമാണ്. നമുക്ക് ആർക്ക് വേണേലും അത് പറയാം, എൻ്റെ ഈശോയ്ക്കാണ് ഈ ഭൂമിയിൽ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്നെയാണ് എന്ന് നമുക്ക് ആർക്ക് വേണേലും പറയാം. ഏതൊരു വിശ്വാസിക്കും സന്തോഷത്തോടെ പറയാവുന്ന ഒരു അവകാശവാദം അത് അല്ലേ? മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതെ ഈശോ അത് എനിക്ക് വേണ്ടി കരുതി വെച്ചു. ഈശോ എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചത് അല്ലേ? ടീച്ചർമാർക്ക് പറയാം, ഈ ഭർത്താവിനെ ഈ ഭൂമിയിലെ ഒരു പെണ്ണിനും കൊടുക്കാതെ എനിക്ക് വേണ്ടി തന്നെ ഈശോ കരുതി വെച്ചു, അതുകൊണ്ട് ഈശോ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ഇല്ലെങ്കിൽ പറയാൻ പാടില്ല, ഭയങ്കര പറയരുത്. പക്ഷേ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് എന്താണ്? അത് ഈശോ എന്നോട് കാണിച്ച സ്നേഹം ഞാൻ അനുഭവിച്ചറിയുന്നതിൻ്റെ അളവാണ് അല്ലേ? അതുകൊണ്ടത് ഈശോ യോഹന്നാനെ മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. മറിച്ച് യോഹന്നാൻ അത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. പിന്നെ മറ്റൊരു വശത്തിലൂടെ അത് മനസ്സിലാക്കാം, എല്ലാ സ്നേഹവും അതിൽ തന്നെ അതുല്യമാണ് അല്ലേ? എല്ലാ സ്നേഹവും വളരെ പ്രത്യേകതയുള്ളതാണ്, പർട്ടിക്കുലറാണ്. പൊതുവായി സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്, ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ നമ്മളാരെയും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, എങ്കിലും നമുക്കങ്ങ് പറയാം എല്ലാവരെയും സ്നേഹിക്കുന്നു. അതുപോലെയാണോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലെ മൂത്ത കൊച്ചിനോടുള്ള അതേ സ്നേഹമാണ് ഇളയ കൊച്ചിനോടുള്ളത്? അല്ല. ഓരോരുത്തരും അവനവൻ അർഹിക്കുന്ന
അവൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയ ഒരു സ്നേഹമാണ് നിങ്ങൾ മാതാപിതാക്കൾ കൊച്ചുങ്ങൾക്ക് നൽകുന്നത്, ഇല്ലേ? അതെ. ചില കൊച്ചുങ്ങൾക്ക് മമ്മി എപ്പോഴും അടുത്തിരിക്കണം, അവനെ പ്രോത്സാഹിപ്പിക്കണം, സ്നേഹിക്കണം. മൂത്തവൻ്റെ അടുത്ത് നീ മമ്മി എപ്പോഴും അടുത്തിരിക്കാൻ പോയാൽ അവന് മമ്മിക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിക്കും, അല്ലേ? അപ്പം സ്നേഹം സ്വീകരിക്കുന്നതും സ്നേഹം കൊടുക്കുന്നതുമൊക്കെ ആ വ്യക്തികളുടെ സ്വഭാവ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ടതുകൂടിയാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ വേണം നമ്മൾ സുവിശേഷത്തിലെ ഇത്തരം പദപ്രയോഗങ്ങളെ മനസ്സിലാക്കാൻ. ഒന്ന്, ഈശോയുടെ സ്നേഹത്തെ അവർക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. രണ്ട്, ദൈവസ്നേഹം ഓരോ വ്യക്തിക്കും ആ വ്യക്തി ആഗ്രഹിക്കുന്ന തനത് സ്വഭാവത്തിലാണ് ദൈവം നൽകുക. ദൈവത്തിൻ്റേത് വളരെ കോമണായ പൊതുവായൊരു സ്നേഹമല്ല, ഓരോരുത്തരെയും വ്യക്തിപരമായി അറിഞ്ഞ് മനസ്സിലാക്കിയുള്ള സ്നേഹമാണ് എന്നുകൂടിയാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ശരി. ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അല്ലേ? വളരെ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു പുതിയ ഉൾക്കാഴ്ച കിട്ടുന്ന ഒരു കാര്യമാണ്. ഈശോയുടെ സ്നേഹം വ്യക്തിപരമായി നമ്മളാണ് സ്വന്തമാക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് കുട്ടികളോട് വ്യക്തമാക്കി കൊടുക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ ചർച്ചകൾ വളരെ കാര്യഗൗരവവും മാത്ര പ്രാധാന്യത്തോടു കൂടി ഇവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ചോദ്യത്തിന് ശേഷം അടുത്ത ചോദ്യം വീണ്ടും വീണ്ടും ആവേശത്തോടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ മനസ്സിൽ ഒട്ടേറെ ചോദ്യങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്, അല്ലേ? അത് തീർച്ചയായും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ് വെച്ചാൽ വീണ്ടും ബാക്കി ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെ മനോഹരമായി നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ബഹുമാനപ്പെട്ട ജോസഫ് പാമ്പ്ലാനി അച്ഛന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. വളരെ ഗൗരവത്തോടെയും സന്തോഷത്തോടെയും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത വെള്ളരിക്കുണ്ട് ഫൊറോന സൺഡേ സ്കൂളിലെ എല്ലാ മതാധ്യാപകർക്കും ഈ CCAT-ൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. CCAT-ൻ്റെ അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. നന്ദി.